ഇന്ന് കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഫാറ്റ് ലിവർ. ഫാറ്റ് ലിവർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റ് ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവറും. ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ആണ്. ഇത് കൂടുതലും പ്രമേഹ രോഗികളിലും BP, കൊളസ്ട്രോൾ, ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് നമുക്കിനി എങ്ങനെ നാച്ചുറൽ ആയിട്ട് മാനേജ് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ഡയറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസുകൾ വരുത്തിക്കൂടെ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഡയറ്റിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് ആയ ഈ മില്ലറ്റ്സും റെഡ് റൈസും ഇൻക്ലൂഡ് ചെയ്യാം. ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള ഈ ഒലിവ് ഓയിലും അവക്കാഡോസ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സും ഇൻക്ലൂഡ് ചെയ്യാം. ലീൻ പ്രോട്ടീൻസ് ആയ പനീറും മുട്ടയും ഫിഷും പയറുവർഗ്ഗങ്ങളും ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി എന്തൊക്കെ ഫുഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കാം. അതായത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്, പാക്കേജ്ഡ് ഫുഡ്സ്, അതേപോലെ ഈ ഫ്രൈഡ് ഐറ്റംസും ആൽക്കഹോളും ഈ നമ്മുടെ ഡയറ്റിന്റെ അകത്തുനിന്ന് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഡെയിലി 30 to 45 മിനിറ്റ് വരെ എക്സസൈസ് അല്ലെങ്കിൽ യോഗ റെഗുലർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. വെള്ളം നന്നായിട്ട് കുടിക്കാം. ഡെയിലി 2 to 3 ലിറ്റർ വരെ വെള്ളം റെഗുലർ ആയിട്ട് കുടിക്കാൻ നോക്കാം. അതേപോലെ നിങ്ങളുടെ വൈറ്റമിൻ ഡിയുടെ ലെവല് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യാം. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി മെഡിറ്റേഷൻ, പ്രാണായാമ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആണെന്ന് ശ്രദ്ധിക്കുക. ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോബയോട്ടിക്സ് ആയ തൈരും പഴങ്കഞ്ഞിയൊക്കെ ഡയറ്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം റെഗുലർ ആയിട്ട് ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് കൊളസ്ട്രോളും റെഗുലർ ആയിട്ട് അറ്റ്ലീസ്റ്റ് 3 to 6 months എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം.